Hello children, how are you all? You all are fine, right? Today we are going to learn a new concept through a story. The concept is hidden in the story. So listen carefully and find out the concept. Once there lived a monkey and an ant in a forest. ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു കുരങ്ങനും ഒരു ഉറുമ്പും താമസിച്ചിരുന്നു. They were thick friends. അവർ നല്ല കൂട്ടുകാരായിരുന്നു. Every day morning they went out in search of food. എല്ലാ ദിവസവും രാവിലെ ഭക്ഷണ ശേഖരണത്തിനായി അവർ പുറത്തു പോകുമായിരുന്നു. One day the ant got some rices as its food. ഒരു ദിവസം ആൻറ്റിന് എന്താ കിട്ടിയെന്നറിയോ? കുറച്ച് അരിമണികളാണ് ഫുഡായിട്ട് കിട്ടിയത്. ആൻഡ് monkey got some pieces of sugar and bunch of bananas. കുരങ്ങച്ചന് എന്താ കിട്ടിയത്? മങ്കിക്ക് എന്താ കിട്ടിയത്? കുറച്ച് പഞ്ചസാരയും കുറച്ചധികം ബനാനയുമാണ് കിട്ടിയത്. ബനാന എന്താ? ആ പഴം അല്ലേ? പഴവുമാണ് കിട്ടിയത്. While going back home, Ant became too tired. He stopped walking and sat there. അവർ വീട്ടിലേക്ക് തിരിച്ചു പോണ വഴിക്ക് ഉറുമ്പ് ക്ഷീണിച്ച് അവശതനായി അവിടെ ഇരുന്നു പോയി. Monkey asked, "Why are you so tired, my dear? What happened to you?" ഇത് കണ്ടപ്പോൾ കുരങ്ങച്ചൻ ചോദിച്ചു. മങ്കി ചോദിച്ചു, എന്തു പറ്റി? എന്താ നീ ഇത്ര ടയേർഡായിട്ടിരിക്കുന്നത്? ആൻസർ, "See, I can't carry it anymore. It's too heavy for me to carry." എന്താ ആൻറ്റി പറഞ്ഞത്? ഈ അരിമണികൾക്ക് നല്ല വെയിറ്റ് കാരണം എനിക്കിത് ക്യാരി ചെയ്യാൻ ആകുന്നില്ല. Monkey said, "Don't worry dear, I'll help you." മങ്കി എന്താ പറഞ്ഞത്? നീ വിഷമിക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. നല്ല കൂട്ടുകാരനല്ലേ? മങ്കി എന്താ പറഞ്ഞത്? I will carry the rice which you feel as heavy, and you can carry the sugar which I got. It will be easy for you to carry. Thus they exchanged the heavy and light food with each other. അവർ കട്ടികൂടിയതും കട്ടിക്കുറഞ്ഞതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. When they reached home, they shared their food which they got. അവർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവർക്ക് കിട്ടിയതായ ഭക്ഷണ സാധനങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. Then they went for playing. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ പുറത്തു പോയി കളിക്കാൻ. While playing, they found a feather from the ground. ആ കളിക്കുന്നതിനിടയിൽ അവർ എന്താ കണ്ടത്? എ ഫെദർ. ഫെദർ എന്ന് പറഞ്ഞാൽ എന്താ? തൂവലല്ലേ? അവർ തൂവൽ ഗ്രൗണ്ടിൽ നിന്നും കിട്ടി. They started to play with the feather by throwing it up and try to catch when it comes down. ഇവർ എങ്ങനെയാണ് കളിച്ചത്? തൂവൽ മുകളിലോട്ട് ഇട്ട് ഈ തൂവൽ താഴത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ പിടിക്കുന്ന കളിയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. സഡൻലി എ ഹെവി വിൻഡ് ബ്ലൂ. പെട്ടെന്ന് എന്താ പറ്റിയത്? ഒരു കാറ്റ് വന്നു. Then what happened? The feather flew along with the wind. What happened? എന്ത് പറ്റി? കാറ്റ് വീശിയപ്പോൾ ഈ തൂവൽ കാറ്റത്ത് ഇങ്ങനെ പറന്നുപോയി. Then monkey ran behind the feather and caught it with a big jump. മങ്കി എന്താ ചെയ്തത്? മങ്കി തൂവലിൻ്റെ പുറകെ ഓടിപ്പോയിട്ട് ഒറ്റ ചാട്ടത്തിന് തൂവൽ ചാടി പിടിച്ചു. Then ant said, "How can we save this feather from the wind?" ആൻഡ് എന്താ ചോദിച്ചു? ഈ ഫെദർ, ഈ തൂവലിനെ നമുക്ക് എങ്ങനെ ഈ കാറ്റിൽ നിന്ന് രക്ഷിക്കാം? Monkey said, "We can keep a stone on the top of feather." മങ്കി എന്താ പറഞ്ഞെന്നറിയോ? ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സി
സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു കല്ല് അല്ലേ. ഈ കല്ല് നമുക്ക് തൂവലിൻ്റെ മുകളിൽ വെച്ചാൽ തൂവൽ പറന്നു പോകില്ല എന്ന് പറഞ്ഞു. സി, തൂവൽ ഇസ് ലൈറ്റ് ഇൻ വെയ്റ്റ് ആൻഡ് സ്റ്റോൺ ഇസ് ഹെവി. സോ നമ്മൾ ലൈറ്റായിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചാൽ അത് പറന്നു പോകില്ല. സ്റ്റോൺ ഇസ് ഹെവിയർ ദാൻ feather. So stone can stop feather from flying off from the wind. And said, "Oh, you are so brilliant." എന്താണ് ആൻഡ് പറഞ്ഞത്? ഇതെല്ലാം കേട്ടപ്പോൾ ആൻഡ് പറഞ്ഞു, നീ നല്ല ബുദ്ധിമാൻ തന്നെ എന്ന് പറഞ്ഞു. ഹിയറിംഗ് ദിസ് മങ്കി became so happy. ഇതെല്ലാം കേട്ടപ്പോൾ മങ്കിക്ക് വളരെയധികം സന്തോഷമായി. Children, did you like the story? Let me ask children, which concept is hidden in the story? Can you say? Can anyone say? Yes, the concept of heavy and light. Did you know the difference between heavy and light? Miss will tell you. Heavy means the objects which are having more weight. That is heavy object. Light means the objects which are having less in weight are called light object. In this story, rice is heavy for the ant to carry and sugar is less weight for ant to carry, and feather is light in weight and stone is heavy. I'll show you some example. What is this? Can you say? This is a picture of watermelon. And what is this? This is a picture of leaf. Can you say which picture is heavier? Yes, watermelon is heavy. And can you say which picture is light in weight? Leaf is light. So, watermelon is heavier than leaf. I'll show you one more example. See, which picture is this? This is a picture of cycle. And what is this? This is a picture of car. And children, can you say which vehicle is heavy? Yes, car is heavy. And can you say which picture is light in weight? Yes, cycle is light. So, car is heavier than cycle. Good. Children, now we are going to do the worksheet of concept heavy and light. This is a worksheet and the question is, color the heavy object and circle the light object. First we have to identify which objects are heavy and which objects are light. See, elephant and ant. Which is heavy, elephant or ant? Yes, elephant is heavy. So we have to color elephant. What's the color of elephant? Yes, black color. So take black color in your hand. Hold your crayons with 3 fingers and start coloring. Children, color the picture within the borders.
Are you all doing? Yes, finish? Yes. Good children. Now, you have to circle the light object. You can take any crayon and we are going to circle light object. Likewise, you have to finish this worksheet. Children, here is an activity for you. Take the help of your parent and find out some objects from home with which you can compare the weight. Find out which is heavy and which is light. It's time to wind up today's class. I hope you all enjoy and understood the concept of heavy and light. See you soon. Bye children.